നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ ആശങ്കകൾ ഒന്നൊന്നായി അകലുകയാണ്. അങ്ങനെ ഇപ്പോൾ പുതുതായി കണ്ടെത്തിയ ഒമിക്രോണിന്റെ ഭീതിയും ഒന്നൊന്നായി അകലുന്നു എന്ന ശുഭസൂചനകൾ നൽകി ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയാണ്. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് നിർദ്ദേശിച്ചിരുന്ന 7 ദിവസം ക്വാറന്റൈൻ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 14 ദിവസം സ്വയം നിരീക്ഷണം മതിയെന്നാണ് പുതിയ നിർദ്ദേശം വ്യക്തമാക്കുന്നത്. റിസ്ക് രാജ്യങ്ങൾ എന്ന കാറ്റഗറിയും ഒഴിവാക്കിയിട്ടുണ്ട്. വാക്സിൻ എടുക്കുന്നവർക്ക് RT-PCR റിസൾട്ടിന് പകരം വാക്സിൻ സർട്ടിഫിക്കറ്റ് മതിയാകും. യാത്രയ്ക്ക് മുമ്പായി RT-PCR നെഗറ്റീവ് ഫലം ആവശ്യമില്ല. ഫെബ്രുവരി 14 മുതൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതിൽ ഇന്ത്യയുമായി പരസ്പര ധാരണയിലെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകൾ നൽകുന്ന രാജ്യങ്ങൾക്കും ഇന്ത്യക്കാർക്ക് ക്വാറന്റൈൻ ഇല്ലാതെ പ്രവേശനം അനുവദിച്ച രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുമാണ് RT-PCR ടെസ്റ്റ് റിസൾട്ടിന് പകരം വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവാദം നൽകിയിട്ടുള്ളത്. 82 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ RT-PCR ഫലം ഇനി നിർബന്ധമല്ലാത്തത്. എന്നാൽ കുവൈറ്റും UAE-യും ചൈനയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്നുള്ളവർ 72 മണിക്കൂറിനിടയിൽ RT-PCR നെഗറ്റീവ് ഫലം അപ്ലോഡ് ചെയ്യേണ്ടി വരും. വിദേശത്ത് നിന്നെത്തുന്നവർ എയർ സുവിധ പോർട്ടലിൽ ലഭ്യമായ സത്യവാങ്മൂലം ഓൺലൈനായി പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 2 ആഴ്ചത്തെ യാത്രാ വിവരങ്ങളും വ്യക്തമാക്കിയിരിക്കണം. നേരത്തെ ഇന്ത്യയിലെത്തി 7 ദിവസത്തെ ക്വാറന്റൈനിന് ശേഷം RT-PCR വേണമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഒഴിവാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശ യാത്രക്കാർ 7 ദിവസം വീടുകൾ നിർബന്ധിത നിരീക്ഷണത്തിൽ കഴിയണം എന്നുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസമാണ് പുറത്തിറക്കിയത്. 8-ാം ദിവസം RT-PCR ടെസ്റ്റ് നടത്തണമെന്നുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,084 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4.44 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എന്നാൽ ആശങ്കയുയർത്തി മരണനിരക്ക് കൂടുകയാണ്. 1141 പേരാണ് കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ചു മരിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.